ഹലോ ഗായ്സ്, പുസ്തകം ഏറ്റവും എളുപ്പത്തിൽ പൊതിയുന്നത് കാണിച്ചു തരാം. പുസ്തകത്തിന്റെ അവിടെ ഇങ്ങനെ കീറിയിട്ട് ചില ഭാഗങ്ങൾ കീറിക്കളയേണ്ടതുണ്ടല്ലോ. പക്ഷെ ഈ എന്താ പറയുക, ഈ പുസ്തകം പൊതിയുന്ന സാധനത്തിന്റെ ഒരു സംഭവം പോലും കളയാതെ കത്രികയും മറ്റേ എന്താ പറയാ ഈ സ്റ്റാപ്ലറും ഉപയോഗിച്ച് നമുക്ക് നോട്ട് ബുക്കിനെ പൊതിഞ്ഞ് സുന്ദരമാക്കാം. ആദ്യം നമ്മൾ പേപ്പർ നിവർത്തുന്നു. ബുക്കിന്റെ പാകത്തിന് പേപ്പർ നിവർത്തി വെക്കുന്നു. ഞാൻ ഏകദേശം ഇത്രയാണ് എടുക്കുന്നത്. എന്നിട്ട് കത്രിക കൊണ്ട് നമ്മൾ വെട്ടുന്നു. പൂർണ്ണമായും സ്പീഡിൽ നമ്മൾ കത്രിക കൊണ്ട് മുറിക്കുന്നു. കത്രിക കൊണ്ട് മുഴുവനായും ഈ ഭാഗത്തെ മുറിച്ചെടുക്കുന്നു. ഈ ഭാഗത്തെ നമ്മൾ ഇങ്ങനെ മുറിച്ച് ഇങ്ങടെ നല്ല മുറിച്ചില്ല കത്രികയാണെങ്കിൽ വേഗം മുറിച്ചാൽ കിട്ടൂട്ടാ. എൻ്റെ കത്രിക മുറിച്ചില്ലാത്ത ഇത് പിടിച്ചത്. അതിനുശേഷം നമ്മള് സമഭാഗമാക്കുന്നു. വെച്ച് ഏവറേജ് ആക്കുന്നു. ഏകദേശം ആക്കുന്നു. ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് ബുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ പൊക്കുന്നു. ഇവിടെ പൊക്കുന്നു. എന്നിട്ട് ഈ സംഭവം കയറ്റി നല്ല ഭംഗിയിലാക്കുന്നു. സുന്ദരിയാക്കും. അതിന് ഓപ്പോസിറ്റ് സൈഡും അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡും നമ്മൾ പുസ്തകത്തിന്റെ അങ്ങനെ ആക്കുന്നു. ഇതിന് ശേഷം ഞാൻ ചെയ്തിരുന്ന പണ്ടത്തെ ശീലം എന്താന്ന് വെച്ചാല്, ഇത് അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് ഒറ്റ കീറല. പക്ഷെ ഞാനിപ്പോ അങ്ങനെ ചെയ്യില്ല. കാരണം പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഈ പുസ്തകത്തിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ സ്റ്റാപ്ലർ അടിച്ച പുസ്തകമാണെങ്കിൽ ഇതിന്റെ നടുപേജ് എടുക്കുക. നടുപേജ് എവിടെ? നടുപേജ് എടുത്തു. അതിന് ശേഷം നമ്മൾ ഈ സൈഡൊന്ന് ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കി ഇതാക്കി കൊടുക്കുക. എന്നിട്ട് നടുപേജിന്റെ അവിടെ ഇങ്ങനെ പൊക്കിയിട്ട് വെക്കുക. എന്നിട്ട് മൊത്തത്തിലായിട്ട് ഇതങ്ങനെ മടക്കി ടെക്സ്റ്റ് ബുക്ക് കണ്ട സുന്ദരമായ രീതിയിൽ കുട്ടികൾക്ക് ഇത് എങ്ങനെയാ പൊതിഞ്ഞ് അല്ലേ, ഇത്രയും സുന്ദരമായ രീതിയിൽ ഇതാ ഇപ്പുറത്തെ സൈഡ് നമുക്ക് അങ്ങനെ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് പൊതിഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇത്രയും സുന്ദരമായ രീതിയിൽ നിങ്ങൾ പൊതിയാറുണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? നന്നായിട്ടുണ്ടോ? ഇനി നമുക്ക് സ്റ്റാപ്ലർ ഒട്ടിച്ച് നമ്മുടെ പുസ്തകത്തെ സുന്ദരമാക്കാം. കണ്ടോ, സുന്ദരമായ നോട്ട്. സ്റ്റാപ്ലർ ഉപയോഗിച്ച് നമ്മൾ പിൻ ചെയ്യും. ഇപ്പുറത്തെ സൈഡും നമ്മൾ പിൻ ചെയ്യും. ഇപ്പുറത്തെ സൈഡും നമ്മൾ പിൻ ചെയ്യുന്നു. കണ്ട, ഈ പേപ്പറിന്റെ ഒരു തുണ്ടം പോലും നമ്മൾ കീറി കളയേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഇവിടെ കീറി കളയുമ്പോൾ ഒരു വൃത്തികെട്ട പോലെയാണ് ഉണ്ടാവാറ്. പക്ഷെ ഇപ്പോൾ സുന്ദരമായ രീതിയിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. കുട്ടികൾക്ക് സുന്ദരമായ രീതിയിൽ പുസ്തകം പൊതിഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് ഗോഡ്.